നമസ്കാരം. വരും ആഴ്ചകളിൽ ഇറാനെതിരെ ഒരു വലിയ സൈനിക നടപടിക്ക് 90% സാധ്യതയുണ്ടെന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ പോലും അടക്കം പറയുന്നത്. ചർച്ചകൾ ഒന്ന് പാളിയാൽ ആ നിമിഷം മിസൈലുകൾ ഇറാനിലെത്തി ആണവ മിസൈൽ കേന്ദ്രങ്ങളെ തവിടുപൊടിയാക്കും. വെനസ്വേലയിൽ കണ്ട സൈനിക നീക്കത്തെക്കാൾ എത്രയോ വലുതും ആഴ്ചകളോളം നീണ്ടു നിൽക്കാവുന്നതുമായ ഒരു സംയുക്ത ആക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ രഹസ്യമായി കോപ്പുകൂട്ടുന്നത്. ഇസ്രായേലുമായി സംയുക്ത നീക്കമാണ് നടത്തുന്നത്. കഴിഞ്ഞ മാസം വെനസ്വേലയിൽ നടത്തിയ കൃത്യതയാർന്ന സൈനിക നീക്കത്തെക്കാൾ വളരെ വലുതും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതുമായ ഒരു ആക്രമണത്തിനാണ് അമേരിക്ക പദ്ധതിയൊരുക്കുന്നത്. ഇസ്രായേലുമായി സംയുക്തമായി നടത്തുന്ന ഈ നീക്കം ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുൻ IDF ഇന്റലിജൻസ് മേധാവി ആമോസ് യാത്ലിൻ നൽകുന്ന സൂചന പ്രകാരം യുദ്ധം അടുത്തുകഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന് പോയിരുന്നു. എന്നാൽ ഈ വാരാന്ത്യത്തിൽ വിദേശത്തേക്ക് പറക്കുന്നതിനെക്കുറിച്ച് ഞാൻ 2 തവണ ചിന്തിക്കും, അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ട്രംപ് യുദ്ധകാര്യത്തിൽ അതീവ ദൃഢനിശ്ചയത്തിലാണെന്നും എല്ലാ സൈനിക സജ്ജീകരണങ്ങളും പൂർത്തിയായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനീവയിൽ അമേരിക്കൻ ഉപദേശകരായ ജാരെഡ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയുമായി 3 മണിക്കൂർ ചർച്ച നടത്തി. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇരുപക്ഷവും അവകാശപ്പെടുമ്പോഴും പ്രധാന വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തീർത്തും ആശങ്കാകുലരാണ്. പ്രസിഡന്റ് നിശ്ചയിച്ച റെഡ് ലൈനുകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം നയതന്ത്രം അതിന്റെ സ്വാഭാവിക അന്ത്യത്തിലെത്തിയേക്കാമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം ശക്തമാണ്. 2 വിമാനവാഹിനി കപ്പലുകൾ, ഡസൻ കണക്കിന് യുദ്ധക്കപ്പലുകൾ, 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിന്യസിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം ആയുധങ്ങളുമായി 150-ലധികം ചരക്ക് വിമാനങ്ങൾ മേഖലയിലെത്തി. ട്രംപിന്റെ ഒരു ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നത് പ്രകാരം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സൈനിക നടപടി ഉണ്ടാകാൻ 90% സാധ്യതയുണ്ട്. ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിനായി ഇസ്രായേലും സജ്ജമാണ്. 2025 ജൂണിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഹൊളോണിയിൽ 32 പേർ കൊല്ലപ്പെടുകയും 3000-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പൊതുജനങ്ങളും അധികൃതരും യുദ്ധത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതിനിടെ ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും ഇറാനും റഷ്യയും സംയുക്ത നാവികാഭ്യാസം പ്രഖ്യാപിച്ചു. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് ഏതാനും മണിക്കൂറുകൾ ഭാഗികമായി അടച്ചുകൊണ്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡും സൈനികാഭ്യാസം നടത്തി. ഏതു നിമിഷവും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഏതു ദിവസവും ഇതിനുള്ള സാഹചര്യം വന്നു ചേർന്നേക്കാം. 2 കൂട്ടരും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് മുന്നോട്ടു പോകുന്നത്.